ഹലോ. അപ്പോൾ ഞാൻ ഇന്നുള്ളത് എൻ്റെ വീട്ടിലാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീട്ടിലെ വിശേഷങ്ങളൊക്കെയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ രാവിലെ തന്നെ നല്ല വൈകിട്ടാണ് എണീറ്റ പാടെ പാമ്പങ്കാവിൻ്റെ സൈഡിലുള്ള ജനലിൻ്റെ അവിടെ വന്ന് നിന്നു കേട്ടോ. ഇവിടെ നിൽക്കുമ്പോൾ നല്ലൊരു പോസിറ്റീവാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വൈകി എണീറ്റുകൊണ്ട് തന്നെ നല്ല വെയിലായിരുന്നു കേട്ടോ. അങ്ങനെ നേരെ മുറ്റത്തേക്ക് വന്നപ്പോൾ കാണുന്നത് അച്ഛതാ വെള്ളമൊക്കെ തളിച്ച് മുറ്റത്തെ പൊടിയൊക്കെ കളയുകയാണ് കേട്ടോ. അമ്മ ഇവിടെ ചാണകം തേക്കാൻ റെഡിയായി നിൽക്കുന്നുണ്ട്. അപ്പോഴാണ് ട്രെയിൻ പോകുന്നത് കണ്ടത്. അപ്പോൾ ഇച്ചുകുട്ടൻ ഉള്ളിൽ നിന്ന് ഓടി വന്നിട്ട് ടാറ്റ കൊടുക്കുകയാണ് ട്രെയിനിന്. ഇവിടെ വീടിൻ്റെ മുന്നിൽ തന്നെ റെയിൽവേ ട്രാക്ക് ആയതുകൊണ്ട് ഇച്ചുകുട്ടനെ നല്ല ഇഷ്ടമാണ് കേട്ടോ. അവന് ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാന്താണ്. അപ്പോൾ ട്രെയിൻ വരുമ്പോഴൊക്കെ ആൾ ഉള്ളിൽ നിന്ന് ഓടി വരും. അങ്ങനെ വേറെ ഒന്നുമല്ല, നാളെ ഇവിടെ പാമ്പങ്കാവിൽ വെള്ളരി ഇടലാണ്. അതുകൊണ്ട് അമ്മ മുറ്റവും അമ്മയും അച്ഛനും കൂടി മുറ്റമൊക്കെ വൃത്തിയാക്കി ചാണകമൊക്കെ തേച്ചിടുകയാണ് കേട്ടോ. അപ്പോൾ നാളെ അതായതുകൊണ്ടാണ് ഞാൻ വീട്ടിലേക്ക് വന്നിട്ടുള്ളത്. ഞാൻ ഇന്നലെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഇനി പോവുള്ളൂ കേട്ടോ വീട്ടിൽ നിന്ന്. അങ്ങനെ താഴത്തെ വീട്ടിലുണ്ട് പാമ്പങ്കാവ്. അപ്പോൾ അവിടെയും ഇവിടെയും കൂടിയാണ് കേട്ടോ പരിപാടി. അങ്ങനെ ഞാൻ പാമ്പങ്കാവിൻ്റെ അതിലൂടെയൊക്കെ കുറച്ച് നേരം നടന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പല്ലൊക്കെ തേച്ച് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് കയറി കേട്ടോ. അമ്മ നല്ല പുട്ടും നല്ല അടിപൊളി പയറ് കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കൂട്ടി ഒരു പിടി പിടിച്ചു. പിന്നെ ഇച്ചുകുട്ടനെയും കൂട്ടിയിട്ട് താഴത്തേക്ക് പോയി കേട്ടോ. അവിടെ എൻ്റെ ഫ്രണ്ടും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇച്ചുകുട്ടൻ അവളുടെ കുട്ടിയൊക്കെ ആയിട്ട് നല്ല കളിയാണ് കേട്ടോ. രണ്ടുപേരും നല്ല കമ്പനിയായി. അങ്ങനെ അവർ ഓടി കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവളും ഈ ഒരു പരിപാടിക്ക് വേണ്ടി വന്നതാണ്. അവൾ കുറച്ച് ദിവസം അവിടെ ഉണ്ടാവും. അങ്ങനെ രണ്ടുപേരും കൂടി കുറച്ച് നേരം കടന്നു. അവളോട് വിശേഷമൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അവിടെ ഇരുന്നു. അതൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നപ്പോൾ ഒരു ഉച്ചയായപ്പോൾ ഒരു പച്ചക്കറി വണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അപ്പുറത്തെ വീട്ടിലെ ചേച്ചിമാരും എല്ലാവരും കൂടി പച്ചക്കറി വാങ്ങാൻ പോയപ്പോൾ ഞാനും പോയി കേട്ടോ. അപ്പോൾ ഇച്ചുകുട്ടൻ നേരെ മുന്നിലുള്ള വീടിൻ്റെ സൈഡിൽ അമ്മച്ചനെയും കൂട്ടിയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നേരെ ട്രെയിന് കാണാം. മാങ്ങകളും പൊട്ടിക്കുകയും ചെയ്യാം. നല്ല തണലാണ് കേട്ടോ അവിടെ. അപ്പോൾ മാങ്ങയൊക്കെ പൊട്ടിച്ചിട്ട് അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ പിന്നെ ഞാൻ അവരെ ശല്യം ചെയ്തില്ല. ഞാൻ പിന്നെ തിരിച്ച് വീട്ടിലോട്ട് പോകാൻ വേണ്ടി നിന്നു. അപ്പോഴും വണ്ടിക്കാരനും ചേച്ചിമാരൊക്കെ അവിടെ തന്നെ നിന്നിരുന്നു. അങ്ങനെ വീട്ടിലെത്തി സൈഡിലൂടെ അങ്ങനെ നടക്കുമ്പോഴാണ് ഒരു കൂട് കണ്ടത് കേട്ടോ. എന്തിൻ്റെ കൂടാണ്, അണ്ണാൻകൂടാണോ പക്ഷികളുടെ കൂടാണോ എന്നൊന്നും അറിയില്ല. അങ്ങനെ അതൊക്കെ കണ്ടു. അത് അവിടെ തന്നെ ഇട്ടു. വീട്ടിൽ തെങ്ങൊക്കെ ഉണ്ടായിരുന്നു, അതൊന്ന് വീണതാണ് കേട്ടോ സംഭവം. അങ്ങനെ ഇങ്ങനെ സൈഡിലൂടെ നടന്ന് നോക്കുമ്പോഴാണ് വീട്ടിലെ മൂസമ്പി മരത്തിൽ മൂസമ്പി ഉണ്ടായത് കണ്ടത് കേട്ടോ. അപ്പോൾ നല്ല സന്തോഷമായി. ഞാനിങ്ങനെ സൂം ചെയ്ത് കാണിക്കുകയാണ്. 3 എണ്ണേ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ. കാരണം ഇത് കുറേ വർഷങ്ങളായി കുഴിച്ചിട്ടിട്ടുണ്ടായിരുന്നത്. ഇത് വലുതായി മരമായിട്ടും ഇതിലൊന്നും ഉണ്ടായിരുന്നില്ല. ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ എപ്പോൾ വന്നാലും ഇങ്ങനെ നോക്കും. ഞങ്ങൾ ചെറുതിലേ കുഴിച്ചിട്ടതാണ് കേട്ടോ. അപ്പോൾ 3 എണ്ണം ഉണ്ടായി. നല്ല സന്തോഷമായി. അപ്പോൾ സൈഡിൽ കുറച്ച് കുരുമുളകും അടക്കയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ നോക്കി വൈകുന്നേരം ആയപ്പോൾ അമ്മ നല്ല പൂളക്കിഴങ്ങ് പുഴുങ്ങിയതും ചമ്മന്തിയൊക്കെ ആയിട്ട് വന്നു കേട്ടോ. പിന്നെ കൂടെ തന്നെ ചപ്പാത്തിയും പുട്ടൊക്കെ ഉണ്ടായിരുന്നു. ഒക്കെ കുറച്ച് എടുത്തിട്ട് നല്ല അടിപൊളിയായിട്ട് കൂട്ടി കഴിച്ചു കേട്ടോ. പിന്നെ രാത്രി ഫുഡൊന്നും കഴിച്ചില്ല. പിന്നെ പോയി സുഖമായി കിടന്നുറങ്ങി.